ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യത്തെ 2 പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പുസ്തകത്തിൽ നിന്നുള്ള അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വർക്ക് ബുക്ക് ഉണ്ട്. എല്ലാവർക്കും വർക്ക് ബുക്ക് കിട്ടിയല്ലോ. വർക്ക് ബുക്ക് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളതൊന്ന് നോക്കണം. നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തന്നെ ചെയ്യണം കേട്ടോ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണ്ടത് മാത്രം ചെയ്താൽ മതി. വർക്ക് ബുക്കിൽ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അത്യാവശ്യം ഉള്ളത് ഇത്തിരി വിഷമം തോന്നുന്നതൊക്കെ ഞാൻ എഴുതി കുറിപ്പായിട്ട് ഇതിൻ്റെ കൂടെ തരും. അത് നിങ്ങൾ ആ നോട്ട് വരുമ്പോൾ അതിനകത്തൊന്ന് നോക്കി എഴുതിക്കൊള്ളണം. ഓരോ ക്വസ്റ്റ്യൻ്റെയും നേരെ നിങ്ങൾ വർക്ക് ബുക്കിൽ തന്നെ എഴുതാവുന്നത് എഴുതിക്കൊള്ളണം. ഇനി ഇതിൽ കൊള്ളാത്തതുപോലെയുള്ള ആൻസർ വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതിയാൽ മതി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം അറിയാവുന്നതാണ്. പാഠം പഠിച്ചു കഴിയുമ്പോൾ ആ പാഠത്തിൽ നിന്നുള്ളതൊക്കെയാണ് ഈ വർക്ക് ബുക്കിൽ വരുന്നത്. അത് തനിയെ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് പൂർണ്ണമായോ, നിങ്ങൾക്ക് മനസ്സിലായോ പാഠമൊക്കെ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പം ആദ്യത്തെ പാഠമല്ലേ, അത്യാവശ്യം ഒന്ന് പറഞ്ഞു പോവാം നമുക്ക്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇവിടെ മാതൃക പോലെ എഴുതുക എന്ന് പറഞ്ഞ് പൂക്കളാകുന്ന താരങ്ങൾ. ആ പൂക്കളാകുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിലെഴുതിയിരിക്കുന്നു നോക്കിയേ. കുടുംബനാഥയായ രാത്രി ഉപയോഗിച്ച പൂക്കളാകുന്ന നക്ഷത്രങ്ങൾ തൂത്തുവാരി വൃത്തിയാക്കി. പൂജയ്ക്കാണ് രാത്രി നക്ഷത്രങ്ങളാകുന്ന പൂക്കൾ ഉപയോഗിച്ചത്. രാത്രി ഉപയോഗിച്ച പൂക്കൾ നക്ഷത്രങ്ങൾ തന്നെ എന്ന് കവി തീർത്ത് വ്യക്തമാക്കുന്നു. പ്രഭാതം വന്നപ്പോൾ നക്ഷത്രങ്ങൾ അസ്തമിക്കുകയും ആകാശം തെളിയുകയും ചെയ്തു. ഈ സത്യത്തെ കവി അലങ്കാര രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നാനാം വിഹംഗമ നാദമാം കങ്കണം. അത് നിങ്ങൾക്കറിയാം. എന്താണ്? പ്രഭാതകന്യക ശുക്രനക്ഷത്രവും ഒക്കെ ആയിട്ട് വന്ന് ആകാശദേശം അടിച്ച് വൃത്തിയാക്കിയപ്പോൾ അവളുടെ കയ്യിലെ കൈവിളകൾ കിലുങ്ങി. ഇതെന്തായിട്ട് നമുക്കനുഭവപ്പെട്ടു? നമുക്കനുഭവപ്പെട്ടത് എന്തായിട്ടാണ്? ഭൂമിയിൽ പ്രഭാതത്തിൽ പക്ഷികൾ ചിലയ്ക്കും. ആ ചിലയ്ക്കൽ കേൾക്കുമ്പോൾ ആ ചിലപ്പ്, പലതരത്തിലുള്ള പക്ഷികളുടെ ചിലയ്ക്കുന്ന ശബ്ദമാണ് പ്രഭാതകന്യകയുടെ കൈകളിലെ വളകളായിട്ട് കവി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാദമാം കങ്കണക്വാണം, വിഹംഗമ നാദമാം കങ്കണക്വാണം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ നാദമാകുന്ന വളകിലുക്കം. അവിടെ രൂപക അലങ്കാരം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രയോഗ ഭംഗിയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് തനിയെ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ കുറിപ്പ് നോട്ടിനകത്ത് അയക്കുന്നുണ്ട്. അത് നോക്കി എഴുതിക്കൊള്ളുക കേട്ടോ. സംഭവം നമ്മൾ പഠിച്ച കാര്യം തന്നെ ഒന്ന് എഴുതിയാൽ മതി. അടുത്ത് വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണം. വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രബിംബമാണ്. ആകാശത്ത് കണ്ട മനോഹരമായ ചന്ദ്രബിംബം. ആ ചന്ദ്രബിംബത്തെ കവി എന്തായിട്ടാണ് പറയുന്നത്? വെള്ളിക്കിണ്ണമായിട്ട് അല്ലേ. അപ്പോൾ കസ്തൂരിച്ചാറ് പുരണ്ട വെള്ളിക്കിണ്ണം എന്ന് പറയുന്ന ചന്ദ്രബിംബത്തെയാണ് പ്രഭാതകന്യക ആകാശദേശം തൂത്ത് വൃത്തിയാക്കുമ്പോൾ ഈ വെള്ളിപ്പാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്നത്, അല്ലെങ്കിൽ കഴുകുവാനുള്ള പാത്രങ്ങൾ മാറ്റുന്നത് പോലെ ഈ പാത്രവും എടുത്തു മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണം, വാർ തിങ്കളാകുന്ന തൂവെള്ളിക്കിണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നിടത്തും രൂപക അലങ്കാരം ആണ് ഉള്ളത്. മനോഹരമായ ഒരു പ്രയോഗമാണിത്. ഈ ഭാഗം, ഈ കാര്യം മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസറും ആയിക്കഴിയും. പിന്നത്തേത് എന്താണ്? പര്യായം എഴുതുക. പൂവ്, പക്ഷി, കാറ്റ്. ഇതാണോ നിങ്ങൾക്കറിയാത്തതല്ലേ? 3 പര്യായം വീതം. 2 മാത്രം പഠിച്ചാൽ പോരാ. 2 ഓരോന്ന് കൂട്ടി ക്ലാസ്സുകൾ കൂടുന്തോറും കൂടുതൽ വാക്കുകൾ പരിചയപ്പെടണം. പൂവിൻ്റെ പുഷ്പമുണ്ട്, സുമമുണ്ട്, കുസുമമുണ്ട്, സൂനമുണ്ട്, മലരുണ്ട്, അലരുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. താരുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും 3 എഴുതുക. പുഷ്പം, സുമം, കുസുമം ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. പക്ഷിയാണെങ്കിൽ ഖഗം, വിഹഗം, വിഹംഗം, പറവ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ 3 ഖഗം, വിഖഗം, വിഹംഗം. പിന്നെ കാറ്റ്, അതൊക്കെ ഞങ്ങൾ എന്നേ പഠിച്ചതല്ലേ. തെന്നൽ, മാരുതൻ, അനിലൻ. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ അത് 3 നിങ്ങളവിടെ എഴുതി വെക്കണം. 3. അടുത്തത് ഇഷ്ടവരികൾ കണ്ടെത്തുക, കാരണം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രഭാതഗീതം പഠിച്ചപ്പോൾ ചില വരികൾ മറ്റു ചില വരികളേക്കാൾ നിങ്ങൾക്കിഷ്ടമായ, അതായത് നമ്മൾ സ്കൂളിൽ പാഠം പഠിച്ചു കഴിയുമ്പോൾ 4 വരി കാണാതെ എഴുതണമല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 വരി എഴുതുക, ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക. സെയിം ക്വസ്റ്റ്യനാണത്. ഞാനത് ഈ സ്ലൈഡിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 വരി നിങ്ങൾ കാണാതെ പഠിക്കുക. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം, പ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ വരികൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പ്രഭാതത്തിലെ മനോഹരമായ കാറ്റിനെയും പൂക്കളെയും പൂവിൻ്റെ ഗന്ധത്തെയും ഒക്കെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ വരികൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം 1-2 സെൻറ്റൻസിൽ എഴുതുക. 4 വരി ഇഷ്ടപ്പെട്ട പാട്ട് ആ പുസ്തകത്തിൽ നിന്ന് തന്നെ എഴുതാനുള്ളതല്ലേ. അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്കിൽ അത് തനിയെ എഴുതിക്കൊള്ളണം. പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം വേണം കേട്ടോ. കാരണം എഴുതിയില്ലെങ്കിൽ 1 മാർക്ക് കുറയ്ക്കും. അതുകൊണ്ട് കാരണം മസ്റ്റാണ്. പിന്നെ കവിതയിൽ നിന്ന് കണ്ടെത്തുക, എങ്ങനെയാണ് ഉഷസ് പ്രത്യക്ഷമായത്? ഉഷസ് എങ്ങനെയാണ് പ്രത്യക്ഷമായത്? ഉഷസ് ശുക്രനാം കൈവിളക്കും ഏന്തി ആണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോഴത് നമുക്കറിയാം, എങ്കിലും എഴുതിയിട്ടുണ്ട്. പിന്നെ താരങ്ങളെ കവി എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? താരങ്ങളെ പൂക്കളായിട്ടാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെന്തുണ്ട്? പ്രഭാതഗീതം എന്ന ശീർഷകം ഈ കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? വ്യക്തമാക്കുക. അതല്ലേ ഉള്ളൂ എഴുതാൻ ഇത്തിരി വിഷമമുള്ളത്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഉഷസ് പ്രത്യക്ഷമായത് എന്നുള്ളത് നിങ്ങൾക്ക് തനിയെ എഴുതത്തില്ലേ? എങ്ങനെ എഴുതും? പ്രഭാതമാകുന്ന കന്യക ശുക്രനാകുന്ന കൈവിളക്കും ഏന്തിയാണ്, അല്ലെങ്കിൽ ഉഷസ് ശുക്രനാം കൈവിളക്കും ഏന്തിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ തനിയെ എഴുതാം. ആൻസർ തന്നെ എഴുതിയാൽ മതി അത് കേട്ടോ. അതുപോലെ താരങ്ങളെ കവി എന്തായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്? താരങ്ങളെ പൂക്കളായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. അതെഴുതാൻ പ്രയാസമൊന്നും ഇല്ലല്ലോ. രാത്രി പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ ആയിട്ടാണ് താരങ്ങളെ കവി കൽപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ താരങ്ങളെ എന്തായിട്ടാണ് കൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ പൂക്കളായിട്ടാണ്. താരങ്ങളെ പൂക്കളായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നതെന്ന് സ്വയം തനിയെ എഴുതുക. പിന്നത്തേത് പ്രഭാതഗീതം എന്ന ശീർഷകം ഈ കവിതയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രഭാതഗീതം എന്നുള്ള പേര് ഈ കവിതയ്ക്ക് അനുയോജ്യമാണോ? ആണല്ലോ. പ്രഭാതം പൊട്ടിവിരിയുന്നതിനെ വളരെ മനോഹരമായി കവി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ഈ ബ്രഹ്മാണ്ടത്തെ പുത്തനായി വെച്ച് പോറ്റുന്ന ഈശ്വരനെ വന്ദിക്കുന്ന ഈ കവിതയ്ക്ക് പ്രഭാതഗീതം എന്ന പേര് ഉചിതം ആണ്. അത്ര എഴുതിയാൽ മതി. അത് തരുന്നുണ്ട്, ആ നോട്ട് തരുന്നുണ്ട്. പിന്നത്തേത് ആശയം എഴുതുക. അത് നിങ്ങളൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ അത് ചെയ്യേണ്ട വർക്കല്ല. അവിടെ ഒരു ഇൻറ്റു മാർക്ക് അങ്ങ് ഇട്ടോളുക. പിന്നെ അതേപോലെ തന്നെ കവിത എഴുതാം. പുന്നരിവാള് തിളങ്ങും മാതിരി വാനിൽ കാണാം പൊൻതോണി, അന്തിമയങ്ങും നേരത്തെത്തും തിങ്കൾക്കലയുടെ പൂന്തോണി. ഇതേ താളത്തിൽ 8 വരി എഴുതുക. ഇതേ താളത്തിലുള്ള വരികൾ സ്വന്തമായിട്ട് എഴുതുകയോ എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ ശേഖരിച്ചെഴുതുകയോ ചെയ്യുക. അത് രണ്ടും മസ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. 5ഉം 6ഉം നിർബന്ധമില്ല. ചെയ്യുന്നെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രഭാതഗീതത്തിലെ വർക്ക് അത്രയൊക്കെ ഉള്ളൂ. ഇനിയും ഉള്ളത് മല്ലനും മല്ലികനും എന്ന പാഠഭാഗമാണ്. ആ പാഠത്തിൽ ആദ്യം തന്നെ ചിത്രങ്ങൾ കാണുക, ഏതേത് സന്ദർഭങ്ങൾ എന്ന് വ്യക്തമാക്കുക. അത് നിങ്ങൾ കഥ വായിച്ചു മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ ചിത്രം നോക്കണം. മുത്തിയമ്മയുടെ അടുത്ത് ആരൊക്കെയാണ് നിൽക്കുന്നത്, അതേത് സന്ദർഭത്തിലാണ് ഇവരിങ്ങനെ മുത്തിയമ്മയോട് വർത്തമാനം പറഞ്ഞത് എന്നൊക്കെയുള്ളതേ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ സന്ദർഭം തനിയെ അങ്ങ് എഴുതി നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഈ പാഠഭാഗം നന്നായി വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഈ മല്ലനും മല്ലികനുമൊക്കെ മുത്തിയമ്മയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സന്ദർഭം ഏതാണെന്ന്. അത് കഥ വായിച്ച് മനസ്സിലാക്കിയത് വെച്ച് ഈ ചിത്രം കണ്ടെഴുതിയാൽ മതി. അതല്ലാതെ ഇത്രയും വരികളുണ്ടെന്ന് കരുതി ഇത്രയും ദീർഘിച്ചൊന്നും എഴുതണമെന്നില്ല. അത്യാവശ്യം അതേത് സന്ദർഭമാണെന്ന് മാത്രം എഴുതുക. താഴെയാണെങ്കിലും അതേപോലെ തന്നെ. കണ്ടില്ലേ?
മല്ലൻ പണിയെടുക്കുന്നതും മല്ലികൻ റെസ്റ്റ് എടുക്കുന്നതും ഒക്കെ അതും ഏത് സന്ദർഭത്തിലാണ്, പാടത്ത് പണിയെടുക്കാൻ പോയപ്പോഴുള്ളതാണ്. അതും നിങ്ങൾ ഏത് സന്ദർഭമാണെന്ന് എഴുതുക. അതിൻ്റെ അടുത്തത് മല്ലിനെയാണോ അതോ മല്ലികനെയാണോ, ആരെയാണെന്ന് നോക്കിക്കേ. ചോറൊക്കെ കൊടുത്ത് മുത്തി ഊട്ടുന്നത് ആരെയാണെന്ന് വെച്ചാൽ അത് ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴാണ്, പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ആരെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ ഈ 3 ചിത്രത്തിൻ്റെ നേരെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും നോട്ട് തരാനൊന്നും ഇല്ല, തന്നെത്താൻ ഒന്ന് എഴുതുക, അത്രേ ഉള്ളൂ. പിന്നെ ചൊല്ലുകൾ ശേഖരിക്കുക, അധ്വാനവുമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ ശേഖരിക്കുക. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നും സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചൊല്ലുകളുണ്ടല്ലോ നമ്മുടെ വേലയുമായി ബന്ധപ്പെട്ടത്. അത് സ്വന്തമായിട്ട് ശേഖരിച്ചത് ഉണ്ട് എങ്കിൽ 4 ചൊല്ലുകൾ എഴുതിക്കൊള്ളുക, അല്ലെങ്കിൽ 4 ചൊല്ല് ഞാൻ തന്നേക്കാം, അത് എഴുതിക്കൊള്ളണം. പിന്നത്തേത് ഒറ്റ വാക്യമാക്കുക എന്നാണ്. ഇവിടെ മല്ലികൻ വേഗം മുറ്റത്തേക്കിറങ്ങി, പിന്നെയോ അവൻ കിഴക്കൻ മല നോക്കി ഓടി. മല്ലികൻ വേഗം മുറ്റത്തേക്കിറങ്ങി, അവൻ കിഴക്കൻ മല നോക്കി ഓടി. ഇങ്ങനെ 2 സെൻറ്റൻസ് പറയാതെ നമുക്ക് ഒറ്റയടിക്ക് പറയാമല്ലോ. എങ്ങനെ പറയാം? മല്ലികൻ വേഗം മുറ്റത്തേക്കിറങ്ങി കിഴക്കൻ മല നോക്കി ഓടി. പറഞ്ഞുകൂടെ? ഒരു കുഴപ്പമില്ല അല്ലേ? മല്ലികൻ വേഗം മുറ്റത്തേക്കിറങ്ങി കിഴക്കൻ മല നോക്കി ഓടി. അത് മതി. പലതരത്തിൽ വേണേൽ അതിനെ ആക്കാം, പക്ഷേ ഇതിപ്പം ഉള്ളത് മാത്രം വെച്ചെഴുതിയാൽ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ മല്ലികൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങുകയും കിഴക്കൻ മല നോക്കി ഓടുകയും ചെയ്തു എന്നൊക്കെ ഒറ്റയടിക്ക് എഴുതാം. അതൊന്നും വേണ്ട, ഈ ഉള്ളതിനകത്തു നിന്ന് അവനെ അങ്ങ് കട്ട് ചെയ്താൽ മതി, അപ്പോഴും ഒരു സെൻറ്റൻസ് ആകും കേട്ടോ. അടുത്ത മുത്തശ്ശി വളരെ നേരം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ ഒരേ വാശിയിൽ നിന്നു. അത് 2 സെൻറ്റൻസ്, അതിനെ ഒന്നാക്കാമല്ലോ. മുത്തശ്ശി വളരെ നേരം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നാ സംഭവിച്ചു? അവൻ ഒരേ വാശിയിൽ നിന്നു. എങ്ങനെ പറയാം? മുത്തശ്ശി വളരെ നേരം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒരേ വാശിയിൽ നിന്നു. എഴുതത്തില്ലേ? മുത്തശ്ശി വളരെ നേരം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒരേ വാശിയിൽ നിന്നു. അടുത്തത് വാക്യങ്ങൾ എഴുതുക. മാതൃക: വിഷമിച്ച മുത്തശ്ശി തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. ഇവിടെ അടിവരയിട്ട പദം ശ്രദ്ധിക്കുക. 2 ക്രിയാപദങ്ങൾ, വന്ന്, ഇരുന്നു, അങ്ങനെ 2 ക്രിയാപദങ്ങളാണ് ഒന്നിച്ചവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ 2 ക്രിയാപദങ്ങൾ വരുന്ന വാക്യങ്ങൾ എഴുതുക. വന്നിരുന്നു, അതുപോലെ എടുത്തെറിഞ്ഞു, പിന്നെ എറിഞ്ഞു പൊട്ടിച്ചു, അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് പറയത്തില്ല. അവിടെയെല്ലാം എടുത്തെറിഞ്ഞു എന്നാണ്, എടുത്തെന്നുണ്ട്, എറിഞ്ഞു എന്നുണ്ട്. ഇതിൽ പൂർണ്ണമായ അർത്ഥം വരുന്നത് ഏതാ? എടുത്തെറിഞ്ഞു എന്ന് പറയുമ്പോൾ പൂർണ്ണമായ ക്രിയാരൂപം ഏതാ? അർത്ഥം പൂർണ്ണമാകുന്നത് എറിഞ്ഞു എന്ന് പറയുന്നിടത്താണ്. എടുത്ത് എറിഞ്ഞു, എടുത്ത് എന്നുള്ളത് അപൂർണവും എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ ക്രിയയുമാണ്. വന്നിരുന്നു എന്ന് ഞാൻ വന്ന് എന്നത് അപൂർണവും ഇരുന്നു എന്ന് പറയുന്നത് പൂർണ്ണ ക്രിയയും ആണ്. എറിഞ്ഞുടച്ചു എന്നാണല്ലോ. എറിഞ്ഞ് എന്ന് പറയുന്നത് അപൂർണവും ഉടച്ചു എന്ന് പറയുന്നത് പൂർണ്ണവുമാണ്. അർത്ഥം പൂർണ്ണമാകുന്നു ക്രിയയിൽ കേട്ടോ. അപ്പോൾ എറിഞ്ഞുടച്ചു എന്ന് പറഞ്ഞാൽ എറിഞ്ഞ് അപൂർണം, ഉടച്ചു പൂർണ്ണം. വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിച്ച് അപൂർണം, എറിഞ്ഞു പൂർണ്ണ ക്രിയ. വന്നിരുന്നു എന്ന് പറഞ്ഞാൽ വന്ന് അപൂർണം, ഇരുന്നു പൂർണ്ണക്രിയ. ഇതേപോലെ 2-3 ഉദാഹരണങ്ങൾ എഴുതുക, താഴേക്ക് എഴുതണം. അത് ഞാൻ നോട്ടിൽ തരുന്നുണ്ട്, അത് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചും എഴുതാം. പിന്നെ ആ തന്നിരിക്കുന്നതിൽ നിന്നും നിങ്ങൾ എഴുതിയ വാക്യങ്ങളിലെ പൂർണ്ണക്രിയയും അപൂർണക്രിയയും വേർതിരിക്കുക. നിങ്ങൾ എഴുതിയ വാക്യങ്ങളിലെ പൂർണ്ണക്രിയയും അപൂർണക്രിയയും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഴുതിയതിനകത്ത് വന്നിരുന്നു എന്നാണെങ്കിൽ അതിൽ പൂർണ്ണക്രിയ ഏതാ? തീരുന്നിടത്തേ ആയിരിക്കുമേ. വന്നിരുന്നു എന്നാണ് ഇരുന്നു, അതായിരിക്കും പൂർണ്ണക്രിയ. വന്ന് എന്നുള്ള അപൂർണക്രിയയാകും. പിന്നെ വലിച്ചെറിഞ്ഞു എന്നാണെങ്കിൽ പൂർണ്ണക്രിയ ഏതാ?
എറിഞ്ഞു. വലിച്ച് എന്നുള്ളത് അപൂർണക്രിയയായിരിക്കും. എറിഞ്ഞുടച്ചു എന്നുള്ളതാണേൽ പൂർണ്ണക്രിയ ഏതാ? ഉടച്ചു. എറിഞ്ഞ് എന്നുള്ളതായിരിക്കും അപൂർണക്രിയ. അത് നമ്മൾ എഴുതിയ സെൻറ്റൻസിലുള്ള 2 ക്രിയാപദങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്ന 3 സെൻറ്റൻസ് നമ്മൾ എഴുതുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 3-ൽ നിന്നും പൂർണ്ണക്രിയയും അപൂർണക്രിയയും നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ക്രിയ അത് പൂർണ്ണമാണ്. ഓടി, അവൻ ഓടി എന്ന് പറഞ്ഞാൽ അതിലൊറ്റ ക്രിയയേ ഉള്ളൂ, അവൻ ഓടി അല്ലേ? അപ്പോഴാ ഓടി എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. ആ അർത്ഥം പൂർണ്ണമാവുകയാണ് ഇവിടെയൊക്കെ പറഞ്ഞത് 2 ക്രിയ ഒന്നിച്ചു വരിക. അതിലൊന്ന് പൂർണ്ണവും ഒന്ന് അപൂർണവുമായിരിക്കും. അപ്പോൾ ആ സെൻറ്റൻസ് തീരുന്നത് പൂർണ്ണക്രിയയിലായിരിക്കും സെൻറ്റൻസ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പം സംശയമില്ലല്ലോ, പൂർണ്ണക്രിയ അപൂർണക്രിയ അത്യാവശ്യം ഇപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സംഭാഷണം എഴുതുക എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം മല്ലികനും മല്ലനും കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക. ഇത് നിങ്ങളുടെ ഔചിത്യം പോലെയാണ്. നിങ്ങളാണ് മല്ലനെയും മല്ലികനെയും അവിടെ പുതിയതായിട്ട് സൃഷ്ടിക്കുന്നത് അല്ലേ? മല്ലനും മല്ലികനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ 2 പേരുടെയും സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. അത് വെച്ചിട്ട് മല്ലൻ മല്ലികനോട് ലോഹ്യം ചോദിക്കുന്നതും മല്ലികൻ്റെ മറുപടിയും, മല്ലൻ മല്ലികനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക, അവനോട് എങ്ങനെയായിരിക്കും സംസാരിക്കുക, ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ ക്ലാസ്സുകളിൽ നാടകവും കാര്യങ്ങളും ഒക്കെ തനിയെ കഥ കൊണ്ടുണ്ടാക്കി ചെയ്തിട്ടുള്ളവരല്ലേ കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ അതേപോലെ നിങ്ങൾ മല്ലനെയും മല്ലികനെയും മനസ്സിൽ കണ്ടിട്ട് ഇവർ പറയാനിടയുള്ള സംഭാഷണം സ്വന്തമായിട്ട് എഴുതി വർക്ക് ബുക്കിൽ വയ്ക്കുക. നമുക്കിതിനൊക്കെ ശേഷം നമ്മൾ കണ്ടുമുട്ടി കഴിയുമ്പോൾ ഇതൊക്കെ ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത് തനിയെ ചെയ്യണേ. പിന്നെ കഥയുടെ പൊരുൾ വ്യക്തമാക്കുക. കഥയുടെ പൊരുൾ എന്താണ്? മല്ലനും മല്ലികനും എന്ന കഥയുടെ പൊരുൾ എന്താണ്? സത്യം വിജയിക്കും അല്ലേ? സത്യം വിജയിക്കും. അല്പം താമസിക്കുകയാണെങ്കിൽ പോലും സത്യം വിജയിക്കും എന്നുള്ള ആ ഒരു ഉപദേശം തന്നെയാണ് നമ്മുടെ ഈ കഥയുടെ പൊരുൾ. എല്ലാവർക്കും ഉള്ള ഒരു ശരിയായ ഒരു ഉപദേശമാണ്. മനസാക്ഷിയെ വഞ്ചിക്കുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അതല്പം വൈകിട്ടാണെങ്കിലും സത്യമേ വിജയിക്കൂ എന്നുള്ള മല്ലൻ്റെ ആ വാക്കുകളുണ്ടല്ലോ, അത് തന്നെയാണ് ഈ കഥയുടെ പൊരുൾ. അത് നോട്ടിൽ തരുന്നുണ്ട് കേട്ടോ. പിന്നെ പദം വിഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 1 2 3 4 വാക്കുകൾ തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ വർക്ക് ബുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിലേക്ക് അങ്ങ് നോക്കിയാൽ മതിയേ. തെങ്ങോല, പക്ഷേ ഞാൻ വിഗ്രഹിച്ച് നോട്ട് തരുന്നുണ്ട്, അത് നോക്കി എഴുതണം. തെങ്ങോല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തെങ്ങിൻ്റെ ഓല. ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാലോ ഫലങ്ങളുള്ള വൃക്ഷങ്ങളാകാം, ഫലങ്ങൾ കായ്ക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ എന്നെഴുതിയാലും ശരിയാണ്. പണിയായുധങ്ങൾ എന്ന് പറഞ്ഞാൽ പണി ചെയ്യുന്നതിനുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ പണിക്കുള്ള ആയുധങ്ങൾ. അർത്ഥം മനസ്സിലാകുമാർ അതിനെ വിഗ്രഹിച്ചാൽ മതി. നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി ചെയ്യണം. ഇത് നിങ്ങൾ ഭാവിയിൽ സമാസം പഠിക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഈ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അർത്ഥം മനസ്സിലാക്കി പദങ്ങളെ വിഗ്രഹിക്കാൻ പഠിക്കുക. പൊടിയരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ പൊടിയരി കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞി അല്ലേ? പൊടിയരി കൊണ്ടുള്ള കഞ്ഞി അങ്ങനെ എഴുതിയാലും അതിൽ തെറ്റില്ല. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാവുന്ന ഇടനെഞ്ച് പൊട്ടുക, നോക്കി നടത്തുക, മണത്തറിയുക. ഈ 3 വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇടനെഞ്ച് പൊട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങ് എന്താണ്? നെഞ്ച് തകർന്നു പോകുന്ന സങ്കടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുമൊക്കെ നമ്മുടെ മല്ലനും മല്ലികനും ഒക്കെ മുത്തിയുടെ കൃഷിപ്പാടം നോക്കി നടത്തിയില്ലേ, അതുപോലെ ഒരു കാര്യസ്ഥപ്പണി പോലെ എല്ലാം ഒന്ന് നോക്കി നടത്തുക. മണത്തറിയുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ഊഹിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ മണത്തറി. അല്ലാതെ സാധാരണ മണത്തറിയുക എന്നുള്ളതല്ല, സാഹചര്യം കണ്ടിട്ട് അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഊഹിച്ചെടുക്കാനുള്ള കഴിവ്, ആ കഴിവാണ്. ഇത് 3ഉം ചേർത്ത് ഓരോ വാക്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, അത് എഴുതി എടുത്തുകൊള്ളുക. ഇനി അതല്ല സ്വന്തമായിട്ട് നിങ്ങൾക്ക് വാക്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ അത് എഴുതിക്കോളൂ, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ആശയം കറക്റ്റ് ആയാൽ മതി. അപ്പോൾ വർക്ക് ബുക്കൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ, ഇത് വലിയ വിഷമമുള്ളതൊന്നും അല്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പഠിപ്പിച്ച് കഴിഞ്ഞാൽ വർക്ക് ബുക്ക് നിങ്ങൾക്ക് തനിയെ ചെയ്യാം.
ചെയ്യാൻ വിഷമമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർമാരുടെ സഹായം ആവശ്യമുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ ഈ 2 പാഠം നോക്കിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനിയുള്ളതും ഇതുപോലെ പഠിച്ചു കഴിയുമ്പോഴേ വർക്ക് ബുക്ക് നിങ്ങൾ നോക്കണം. ചെയ്യാൻ വയ്യാത്തതിന് സഹായം പറഞ്ഞു തരാം, തരത്തില്ലെന്നല്ല, വിഷമമുള്ളതൊക്കെ പറഞ്ഞു തരാം. എന്നാലും നമ്മൾ സ്വയം കുറേ ചെയ്യണം. എന്നാലേ നമ്മുടെ ഭാഷ വികസിക്കുകയുള്ളൂ, നമ്മുടെ പഠനം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വർക്ക് ബുക്കൊക്കെ ചെയ്ത് പാഠം 2 നന്നായിട്ട് പഠിക്കുക. നമുക്ക് മിഡ് ടേം എക്സാം വരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പർ തരും, ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങളത് പഠിച്ചിട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഒക്കെ അടുത്തിരുന്ന് നോക്കാതെ എഴുതണം. എഴുതിയിട്ട് നമ്മൾ ആരുടെയും സഹായത്തോടു കൂടി അത് വാല്യൂ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ തെറ്റില്ലാതെയൊക്കെ എഴുതാൻ സാധിച്ചാൽ നിങ്ങൾക്കതിന് മാർക്കിടാം. നമ്മളത് എങ്ങനെ ആയാലും ആ മാർക്കൊക്കെ ശേഖരിച്ചു കൊള്ളാം. അപ്പോൾ ഏത് രീതിയിലായാലും ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് വരുന്നതെങ്കിലും വിദ്യ അഭ്യസിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴൊറ്റ കാര്യമുള്ളൂ, പഠിക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ ലഭ്യമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പാഠഭാഗം നന്നായി പഠിക്കുക കേട്ടോ. എന്നിട്ട് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങണം. അല്ലാതെ ഞങ്ങൾക്ക് സ്കൂളിൽ വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കിട്ടാൻ, അങ്ങനെയൊന്നും ആരും പറയാനിടയാവരുത്. എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ടല്ലോ ടീച്ചർമാർ. അപ്പോൾ ഈ പാഠത്തിന് വേണ്ടി ഞാൻ എക്സ്ട്രാ പീരീഡാണ് ഇത് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതിക്കൊള്ളണം. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു പാഠവുമായിട്ടാണ് വരുന്നത്. പുതിയ പാഠം തുടങ്ങുന്നതിന് മുമ്പ് പഴയ പാഠങ്ങൾ നന്നായി പഠിക്കുക, തെറ്റില്ലാതെ എഴുതുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ശരി, നന്ദി. മീര തിന്നലാണ്. നിന്നൊന്നുമില്ല, ഞാനിവിടെ വന്നപ്പോൾ പിന്നെ ഇനിയും സ്ലൈഡ് ഇതുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാനത് നോക്കാതെ അങ്ങ് ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ലൈഡ് ഇട്ടില്ലെന്നേ ഉള്ളൂ. സ്ലൈഡ് ഉണ്ടായിരുന്നു നല്ലതായിട്ട് കിടക്കുന്നു. ഇപ്പോഴാണ് ഇടണോ? ഇട്ട് പറയണോ? പ്ലസ് തണുന്നോണ്ടിരിക്കുകയല്ലേ. അല്ല